ഹായ് ഹലോ എല്ലാവർക്കും ഷരൂസ് ഗാലയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാനൊരു ടെഡ്ഡി ബിയറിൻ്റെ ഇത് കണ്ടോ, ഒരു മാസ്ക് ആണ് ഉണ്ടാക്കിയിരിക്കുന്നത്. കിച്ചുൻ്റെ ടെഡ്ഡി ബിയറാണ്. അപ്പം ഞാൻ ജസ്റ്റ് അതെങ്ങനെയാണ് കെട്ടുന്നതെന്ന് കാണിക്കാൻ വേണ്ടി എടുത്തതാണ്. ഇതെങ്ങനെ ഒരുമിച്ച് പിടിച്ച് നമുക്കിങ്ങനെ കെട്ടാം. 4 വള്ളിയുണ്ട്. ആ 4 വള്ളിയും കൂടെ ഒരുമിച്ച് കൂട്ടിക്കെട്ടാം. ഇനിയിപ്പോൾ വെക്കേഷനൊക്കെ വരികയാണ്. ക്ലീനിങ്ങും അതിൻ്റെയൊക്കെ ബഹളം എല്ലായിടത്തും തുടങ്ങാൻ പോണല്ലേ. വെക്കേഷനൊക്കെ എന്ന് പറഞ്ഞാൽ വർക്ക് ചെയ്യുന്നവർക്കും എല്ലാവർക്കും ഒരു ക്ലീനിങ്ങിൻ്റെ ഒരു എന്താ പറയുക, ഒരു ഉത്സവം തന്നെയായിരിക്കും. എപ്പോഴും നമ്മൾ ചെയ്യുന്നതാണ്, എന്നാലും വെക്കേഷൻ ടൈമിൽ കുറച്ച് കൂടുതലായിരിക്കും അല്ലേ. അപ്പം നമുക്കൊരു ഫേസ് മാസ്ക് വീട്ടിൽ തന്നെ എങ്ങനെയാണ് ഉണ്ടാക്കണത് നമുക്ക് നോക്കാം. അപ്പം ക്ലോത്ത് ബാഗ് അപ്പം നമുക്ക് മേടിക്കാൻ കിട്ടുമല്ലോ, ഇല്ലെങ്കിൽ സാധാരണ തുണിയായാലും മതി കേട്ടോ. അപ്പം ഞാൻ ഒരു ക്ലോത്ത് ബാഗ് വെച്ചിട്ട് എങ്ങനെയാണ് ഫേസ് മാസ്ക് ഉണ്ടാക്കുന്നതെന്ന് കാണിക്കാം. ആദ്യം അതിൻ്റെ താഴത്തെ ഭാഗം കട്ട് ചെയ്ത് കളയുക. പിന്നെ മുകളിൽ ആ പിടി ഉണ്ടല്ലോ, അതും ജസ്റ്റ് കട്ട് ചെയ്ത് കളയുക ഇതുപോലെ. അപ്പം നമുക്ക് ഈ അകത്തെ ഭാഗം നിവർത്തി വെക്കാം. ഞാൻ കഴിഞ്ഞ ദിവസം തുണി കൊണ്ട് സഞ്ചി തയ്ക്കുന്ന കാണിച്ചിട്ടുണ്ട്. അപ്പോൾ കണ്ടില്ല, അത് ഇതുപോലെ മടക്കി വെച്ച് വെക്കുന്ന ഞാൻ കാണിച്ചു തന്നില്ല എങ്ങനെയാണ് മടക്കി വെക്കണമെന്നൊക്കെ. അപ്പോൾ അത് ഇതുപോലെയാണ് മടക്കി വെച്ചേക്കുന്നത്. നമുക്കത് നിവർത്തിയെടുക്കാം. എന്നിട്ട് ഇതിൻ്റെ ഇപ്പുറത്തെ സൈഡിൽ കുറച്ച് അകത്തേക്ക് വെച്ചിട്ടുണ്ടായിരുന്നു, അത് നമുക്കതങ്ങ് വെട്ടിക്കളയാം. ഞാനിവിടെ കറക്റ്റ് അളവൊന്നും പറയുന്നില്ല കേട്ടോ. അപ്പം നിങ്ങളുടെ മുഖത്തിൻ്റെ അളവ് അനുസരിച്ച്, അല്ലെങ്കിൽ പൊതുവെ ഫേസ് മാസ്കിൻ്റെ ഒരു അളവുണ്ടല്ലോ, അതനുസരിച്ചിട്ട് നമുക്ക് കൂട്ടുകയോ കുറയ്ക്കുകയൊക്കെ ചെയ്യാം. അതുകൊണ്ടാണ് ഞാനിവിടെ അതിൻ്റെ അളവൊന്നും പറയാത്തത്. നമുക്കൊരു ഊഹം ഉണ്ടാവുമല്ലോ. അപ്പം ഇത് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. സ്റ്റിച്ച് ചെയ്യാൻ അങ്ങനെ വലിയ വശമൊന്നും വേണമെന്നില്ല, പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാം. ഇതിപ്പോൾ ഞാൻ എൻ്റെ ഒരു സൈഡ് ഇങ്ങനെ കട്ട് ചെയ്ത് മാറ്റുകയാണ്. നമുക്കൊരു സ്ക്വയർ രൂപത്തിലാണ് ഫേസ് മാസ്കിൻ്റെ ആ മുഖത്ത് മൂടുന്ന ഭാഗമില്ല, അത് ഒരു സ്ക്വയർ ആയിരിക്കണം, അതായത് സമചതുരായിരിക്കണം. ഈ കട്ട് ചെയ്ത് മാറ്റിയ ഭാഗമില്ലേ, അത് ഇപ്പം മുകളിൽ 2 താഴെ 2 അങ്ങനെ 4 ഭാഗമുണ്ട്. അപ്പം ഇത് തന്നെയാണ് ഞാൻ വള്ളിക്ക് ഉപയോഗിക്കണേ. വേറെ തുണിയൊന്നും ഉപയോഗിച്ചിട്ടില്ല. ഇതിൻ്റെ അതുകൊണ്ട് തന്നെ ഞാൻ വള്ളി ഉണ്ടാക്കുന്നത്. ഇത് സെൻറ്ററിൽ കൂടെ ഒരു സ്റ്റിച്ച് കൊടുത്താൽ മതി. ആ ചെറിയ ഭാഗം നമുക്ക് കട്ട് ചെയ്ത് കളയാം. അപ്പം ഇത് നമുക്ക് 4 പീസ് കിട്ടും. ഇപ്പോൾ കണ്ടോ, 4 പീസ് ഉണ്ട്. ഇത് നമുക്ക് മടക്കി വള്ളിയായിട്ട് എടുക്കാം. അത് നമുക്ക് പിന്നെ ചെയ്യാം. നമുക്ക് ഇത് ഇനി മാസ്കിൻ്റെ ഭാഗമാണ് റെഡിയാക്കേണ്ടത്. ഞാൻ ഇതുപോലെ സ്ക്വയറായിട്ട് എടുത്തിട്ടുണ്ട്.
നമുക്ക് സൈഡ് കട്ട് ചെയ്യാം. ഇതുപോലെ കോണോട് കോൺ മടക്കിയാൽ സ്ക്വയർ ആയിട്ട് കിട്ടും, എല്ലാവർക്കും അറിയാമല്ലോ. ഇപ്പം ഇത് കറക്റ്റ് സ്ക്വയർ ഷേപ്പിൽ കിട്ടി. കുറച്ച് അധികമായിട്ട് സൈഡിൽ സ്റ്റിച്ച് ചെയ്ത ഭാഗം ഉണ്ടായിരുന്നു, അപ്പം നമുക്ക് അതങ്ങ് കട്ട് ചെയ്ത് കളയാം. എന്ന് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമുക്ക് 2 സൈഡ് സ്റ്റിച്ച് ചെയ്യണം. ഞാൻ 2 സൈഡ് സ്റ്റിച്ച് ചെയ്യണം, എന്നിട്ട് നമുക്കത് തിരിച്ച് വെക്കണം കേട്ടോ. ഒരു സൈഡ് സ്റ്റിച്ച് ചെയ്തു. ഇനി അടുത്ത ഭാഗം നമ്മൾ സ്റ്റിച്ച് ചെയ്യണ്ടേ. ഇതെല്ലാം നമ്മുടെ സാധാരണ കോട്ടൺ തുണി കൊണ്ട് നമുക്ക് ഇങ്ങനെ തയ്ക്കാം കേട്ടോ. ഞാൻ ഇങ്ങനത്തെ ക്ലോത്ത് കൊണ്ടുള്ള മാസ്കാണ് നമുക്ക് മാർക്കറ്റിൽ കിട്ടണേ. അപ്പോൾ അത് ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തന്നേ ഉള്ളൂ എങ്ങനെയാണ് തയ്ക്കണേന്ന്. ഒന്ന് ലോക്ക് ചെയ്തിട്ട് എടുക്കുക. നൂലൊക്കെ അപ്പം തന്നെ കട്ട് ചെയ്യുക, ഇല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് പിന്നീട് ഒരുപാട് എല്ലാം കൂടെ അവസാനം കട്ട് ചെയ്യാൻ നിന്നാൽ ഒരുപാടുണ്ടാവും. ഇനിയിപ്പോൾ നമുക്ക് തിരിച്ചെടുക്കാം. നല്ല ഭാഗം പുറത്ത് വന്നു. ഇപ്പോൾ ഒത്തിരി നീളം വീതി ഉണ്ടെന്ന് തോന്നും, പക്ഷേ നമ്മളിത് അടിച്ച് കഴിയുമ്പോഴത്തേക്കും സൈഡിലത് ഇതുപോലെ നമുക്ക് മടക്കി വെച്ച് അടിക്കേണ്ടതാണ്. കണ്ടില്ലേ, ഇതുപോലെ ഇങ്ങനെ അടിക്കേണ്ടതാണ് നമുക്ക്. എന്നിട്ട് 4 സൈഡിലും വള്ളി പിടിപ്പിക്കുക. സൈഡിൽ നമുക്ക് പൈപ്പിംഗ് പോലെയൊക്കെ വയ്ക്കാം കേട്ടോ. ഞാനിതിപ്പോൾ സിമ്പിളായിട്ടൊന്ന് കാണിക്കുകയാണ്. അപ്പം ഞാനിത് മടക്കി അടിക്കുകയാണ്. അല്ലെന്നുണ്ടെങ്കിൽ വേറൊരു ക്ലോത്ത് കൊണ്ട് ഇതുപോലെ മടക്കി അടിച്ചു കഴിഞ്ഞാൽ കുറച്ചുകൂടെ ഷേപ്പിൽ ഭംഗിയുണ്ടാവും. ഞാനിപ്പോൾ പെട്ടെന്ന് ഒരു ആവശ്യത്തിന് വേണ്ടിയിട്ട് ഇങ്ങനെ ചെയ്യുകയാണ്. നമുക്ക് ഈസി ആയിട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് കേട്ടോ. പിന്നെ നൂല് പൊങ്ങിപ്പോവുക അങ്ങനെയൊന്നും ചെയ്യില്ലല്ലോ, അതുകൊണ്ടാണ് ജസ്റ്റ് ഇങ്ങനെ ഞാൻ അടിച്ചത്. നിങ്ങൾ ക്ലോത്താണ് ഉപയോഗിക്കുന്നതെങ്കിൽ അവിടെ ഒരു പൈപ്പിംഗ് പോലെ ഒരു തുണി വെക്കാൻ നോക്കുക. വീണ്ടും അടിക്കുക. പുറത്തെ സൈഡ് ചെറുതായിട്ട് മടക്കി വെച്ചാൽ മതി കേട്ടോ, ഒരുപാട് വേണ്ട, ചെറുതായിട്ട് മതി. അതും ജസ്റ്റ് ഇങ്ങനെ കട്ട് ചെയ്ത് കളയാം. ഇനി ഇത് ഇങ്ങനെ ഇതുപോലെ മടക്കുക.
ഇപ്പുറത്തെ സൈഡിൽ നമുക്ക് മുട്ട് പിന്നെ വെച്ചിട്ട് ഇതുപോലെ അളവ് മാറാൻ നമുക്ക് നോക്കാം. ഇതിപ്പോൾ ഞാൻ സ്പീഡിൽ ചെയ്യാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ചെയ്തു എന്നേ ഉള്ളൂ. കൈ കൊണ്ടാക്കിയിരുന്നാലോ ആ മടക്ക് അതുപോലെ തന്നെ ഇരുന്നോളും. കണ്ടില്ലേ, ഇതുപോലെ നമ്മൾ പ്ലീറ്റ് എടുക്കില്ല അതുപോലെ പ്ലീറ്റ് ഇങ്ങനെ എടുക്കുക. പക്ഷെ ഒന്നിൻ്റെ മീതെ അങ്ങനെയല്ല, ഒന്ന് മാറി മാറി അങ്ങനെ എടുക്കുക. എന്നിട്ടൊരു സൈഡ് അങ്ങ് തയ്ച്ചു കൊടുക്കുക. കുറച്ച് സൈഡിലേക്ക് നീക്കി വേണം അടിക്കാൻ, അകത്തേക്ക് അടിക്കരുത്. ഈ നൂല് കട്ട് ചെയ്ത് നോക്കി അതേപോലെ ഇപ്പുറത്തെ സൈഡിലും തയ്ക്കണം കേട്ടോ. കണ്ടില്ലേ, ആ മടക്കിയ പാട് അതുപോലെ തന്നെയുണ്ട്. നമുക്കിനി ഇപ്പുറത്തെ സൈഡും കൂടെ അടിച്ചു കൊടുത്താൽ മതി. അപ്പോൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്ത കൂട്ടുകാർ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഷെയർ ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായം അറിയിക്കുക. ഇപ്പുറത്തെ സൈഡ് നമ്മൾ അടിക്കുകയാണ്. അവസാനം നമുക്കൊന്ന് ലോക്ക് ചെയ്തെടുക്കുക, അല്ലെങ്കിൽ മുമ്പിലോട്ടും ബാക്കിലേക്ക് ഒന്ന് സ്റ്റിച്ച് ചെയ്താലും മതി. ഓക്കെ, ഇപ്പം മാസ്കിൻ്റെ മുക്കാൽ ഭാഗം റെഡിയായി. ഇനി വള്ളി പിടിപ്പിച്ച് വെച്ചാൽ മതി. ഇലാസ്റ്റിക് ആണെങ്കിൽ രണ്ട് സൈഡിലും തയ്ച്ച് പിടിപ്പിക്കുക. അല്ലാന്നുണ്ടെങ്കിൽ ഇപ്പോൾ വള്ളിയാണ് പിടിപ്പിക്കുന്നതെങ്കിൽ ഇതെങ്ങനെ. എലാസ്റ്റിക് എപ്പോഴും നമ്മുടെ വീട്ടിലുണ്ടായിക്കൊള്ളണമെന്നില്ലല്ലോ, വീട്ടിലുള്ള സാധനങ്ങൾ കൊണ്ട് തന്നെയാണ്. ഇതിപ്പോൾ നമുക്ക് കൈ കൊണ്ട് വേണമെങ്കിൽ തയ്ക്കാവുന്നേ ഉള്ളൂ. ഞാൻ ഈ മെഷീനിൽ തയ്ച്ച അതേ പ്രോസസ്സ് തന്നെ നമുക്ക് കൈ കൊണ്ട് തയ്ച്ചെടുക്കാം. നൂല് കുറച്ച് കട്ടിയിലിട്ടിട്ട് തയ്ച്ചാൽ മതി. ഇതിപ്പോൾ ഞാൻ കണ്ടില്ലേ, ആ വള്ളിക്ക് വേണ്ടിയിട്ട് 4 കഷ്ണം മുറിച്ചിരുന്നു. അതിൽ ഓരോ കഷ്ണം ഇതുപോലെ മടക്കിയിട്ട് ജസ്റ്റ് ഒരു അടി അടിച്ചാൽ മതി. ഒരു സ്റ്റിച്ച് മതി. വള്ളി റെഡിയായി. ഇതുപോലെ 4 എണ്ണവും ചെയ്ത് എടുക്കുക. ബാക്കി 3 എണ്ണം ചെയ്യുക. ഓക്കെ, അപ്പം 4 എണ്ണം റെഡി ആയിട്ടുണ്ട്. അല്ല, 4 എണ്ണം റെഡി ആയിട്ടുണ്ട്. ഇനി ഇതെന്താ ചെയ്യുക, മാസ്കിലേക്ക് തയ്ച്ച് പിടിപ്പിക്കുക. അത്രയേ ഉള്ളൂ. 4 മുകളിൽ താഴെയും ഒരു 3-4 സ്റ്റിച്ച് കൊടുക്കുക. കൈകൊണ്ടാണ് തുന്നണമെങ്കിൽ അതുപോലെ ചെയ്ത് കൊടുക്കുക. കണ്ടില്ലേ, ഇനി ഇതുപോലെ താഴത്തെ സൈഡിൽ നമുക്കതുപോലെ വെച്ച് കൊടുക്കാം. ഫ്രണ്ട് സ്റ്റിച്ചും ബാക്ക് സ്റ്റിച്ചും ചെയ്യുക.
റെഡിയായി. അധികം വന്ന നൂലെല്ലാം കട്ട് ചെയ്ത് കളയാൻ ശ്രദ്ധിക്കുക. ഇനി ഇപ്പുറത്തും അതുപോലെ ചെയ്യുക. അപ്പം നമ്മുടെ മാസ്ക് ഞാൻ റെഡിയാക്കിയേക്കാണ്. 4 സൈഡിലും വള്ളി പിടിപ്പിച്ചിട്ടുണ്ട്. നമുക്ക് ഒരുമിച്ച് കെട്ടാം, അല്ലെങ്കിൽ 2 വള്ളി എടുത്തിട്ട് മുകളിലും താഴെയായിട്ട് അങ്ങനെ കെട്ടാം. നമ്മുടെ മാസ്ക് റെഡിയായിരിക്കുകയാണ്. നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. അപ്പം നമുക്ക് ഒരു ക്ലോത്ത് ബാഗ് ഉണ്ടെങ്കിൽ നമുക്ക് തയ്യാറാക്കാം. അതും ഇല്ലെങ്കിൽ നമ്മൾ സാധാരണ കോട്ടൺ തുണിയായാലും മതി കേട്ടോ. വേണ്ടില്ലേ? നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. നാളെ 1 മണിക്ക് നമുക്ക് വീണ്ടും കാണാം.